നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബന്ന് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതിനധികമൊന്നും സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വിരുന്നുകാരൊക്കെ വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 4 ബന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ്ങുകളാണ്. അപ്പോൾ നിങ്ങൾ ബന്ന് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മസാലകളും കുറച്ച് കൂട്ടിയെടുക്കുക. പിന്നെ ഒരു സവാള ഒന്ന് നല്ല ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മറ്റു മുളക് പൊടിൻ്റെ അതിനൊന്നും ആവശ്യമില്ല. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എടുക്കാം. ഇത് പിന്നെ എല്ലില്ലാത്ത ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ്. അപ്പോൾ ആദ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പം നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് എടുത്താൽ മതി. ഇനി വേണ്ടത് 1/2 കപ്പ് മയോണൈസ് ഒന്ന് കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊന്ന് ക്യാബേജ് ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നല്ല വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാബേജും തക്കാളിയും കൂടി ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മയോണൈസ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കക്കരിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലായിടത്തും നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫില്ലിംഗ് ഒന്ന് ബന്നിൽ നിറച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബന്നിൻ്റെ അടിഭാഗത്തൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉള്ള ആ വൈറ്റ് പോർഷനെ നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്നിങ്ങനെ എടുത്ത് കളയണം. ഇതിൻ്റെ വൈറ്റ് പോർഷന് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശം നല്ലൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിന് അവിടെ ഒന്ന് കുറച്ച് വൈറ്റ് പോർഷൻ ഉണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു അടപ്പ് പോലെ കിട്ടുന്ന ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ബന്നുകളൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ബന്നും കൂടി ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ ബന്നും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കണം. ഫില്ലിംഗ് നിറച്ചതിൻ്റെ ശേഷം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ മൈദപ്പശ ഉണ്ടാക്കുമല്ലോ, അതൊന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൈദപ്പശ കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബന്നുകളും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 ബന്നുകളും ഫില്ലിംഗ് ഒക്കെ നിറച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചൊരു ഓയിൽ ഇങ്ങനെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബന്നൊന്ന് നമ്മൾ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ ആ സൈഡൊന്ന് ചൂടാക്കി എടുക്കുക. ആ പശൻ്റെ ഭാഗം ഒന്ന് മുരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേന് നമ്മുടെ ഈ ഭാഗം ഒന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി ബാക്കിയുള്ളതൊക്കെ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബന്നിൻ്റെ റെസിപ്പി. ഇത് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ, അതുപോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരു ഫില്ലിങ് അത്രയ്ക്ക് ഷവർമേൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കി, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.